തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ കേന്ദ്രമായി ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മുറി പ്രവർത്തിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു വൈറ്റ് കോളർ ഭീകര സംഘമാണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബോയ്സ് ഹോസ്റ്റലിലെ ബിൽഡിംഗ് 17-ലെ 13-ാം നമ്പർ മുറിയായിരുന്നു ഇവരുടെ ഗൂഢാലോചനാ കേന്ദ്രം. ഈ മുറി കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റേതായിരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി ഇതേ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരനായിരുന്നുവെന്നും സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും ഉമർ നബി മരണപ്പെടുകയും ചെയ്തിരുന്നുവെന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ ചുമതലപ്പെടുത്തിയത് ഡോക്ടർ ഷഹീൻ ഷാഹിദിനെയാണെന്നാണ് പ്രാഥമിക നിഗമനം. അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിലിന്റെ വാടക കെട്ടിടത്തിൽ നിന്ന് 2900 കിലോഗ്രാം IED നിർമ്മാണ സാമഗ്രികൾ പിടിച്ചെടുത്തിരുന്നു. യൂണിവേഴ്സിറ്റി ലാബിൽ നിന്ന് രാസവസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്നാണ് ഹോസ്റ്റൽ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചത്. ബാബരി മസ്ജിദ് തകർത്തതിന്റെ വാർഷികമായ ഡിസംബർ 6-ന് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും ഏകോപിപ്പിച്ച സ്ഫോടനങ്ങൾ നടത്താനാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നതെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായി. ചെങ്കോട്ട സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ഫ്യുവൽ ഓയിലാണ് ഉപയോഗിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന കാശ്മീർ സ്വദേശിയായ മറ്റൊരു ഡോക്ടർ നിസാർ ഉൽ ഹസനെ കാണാതായവരിൽ ഉൾപ്പെടുന്നു. നിലവിൽ ഗൂഢാലോചന നടന്ന ഹോസ്റ്റൽ മുറി പോലീസ് സീൽ ചെയ്യുകയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്.